വിവാദ പ്രസംഗത്തിൽ സജി ചെറിയാനെ തള്ളാതെ പാർട്ടി രാജിവെക്കേണ്ടതില്ല എന്നാണ് ഇന്ന് CPM യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം സംബന്ധിച്ച കേസിൽ വിധി പറയും മുമ്പ് തന്റെ ഭാഗം കൂടി ഹൈക്കോടതി കേൾക്കേണ്ടതായിരുന്നുവെന്ന് സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും സജി ചെറിയാൻ സൂചിപ്പിച്ചു. പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചല്ല, മറിച്ച് കേസ് അന്വേഷണത്തെക്കുറിച്ചാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. തന്റെ ഭാഗം കേൾക്കാതിരുന്ന സാഹചര്യത്തിൽ വിധി പഠിച്ച് നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് തുടർ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ മിടുമിടുക്കനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് DGPയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. മല്ലപ്പള്ളി പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രി സജി ചെറിയാന് ക്ലീൻ ചീറ്റ് നൽകിയ സംസ്ഥാന പോലീസ് നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. സംസ്ഥാന പോലീസ് അന്വേഷണം അപൂർണമാണ്, അത് ശരിയായ വിധത്തിൽ ഉള്ളതായിരുന്നില്ല. വസ്തുതകളുടെ കൃത്യവും ശാസ്ത്രീയവുമായ പരിശോധന നടന്നിട്ടില്ല. കേസ് അവസാനിപ്പിച്ചത് വേഗത്തിലായിപ്പോയി. പ്രസംഗത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ട് വരും മുമ്പേ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകിയത് ഒട്ടും ശരിയായില്ല. പ്രസംഗത്തിന്റെ ദൃശ്യവും ശബ്ദ സാമ്പിളുകളുടെ ശരിയായ പരിശോധനയും റിപ്പോർട്ടിന്റെ ഭാഗമായില്ല. സാക്ഷിമൊഴികൾ പോലും കൃത്യമായി രേഖപ്പെടുത്തിയില്ല. പ്രസംഗം കേട്ട മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായില്ല. വസ്തുതകൾ പരിശോധിക്കാതെയുള്ള തികച്ചും അപക്വമായ അന്വേഷണമാണ് നടന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അതേപടി സ്വീകരിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിയും ഉചിതമായില്ല. റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി റദ്ദാക്കിക്കൊണ്ടാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ച് സംസാരിച്ചെന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്നതിനാലാണ് വിശദമായ തുടരന്വേഷണത്തിന് നിർദ്ദേശിക്കുന്നതെന്നും ഉത്തരവിലുണ്ട്. ഏതു സാഹചര്യത്തിലാണ് കുന്തം കുടച്ചക്രം എന്ന വാക്ക് പ്രസംഗത്തിൽ ഉപയോഗിച്ചതെന്ന് അറിയണം. പ്രസംഗം കേട്ടവരുടെ മനസ്സിൽ ഭരണഘടനയെപ്പറ്റി അവമതിപ്പുണ്ടാക്കിയോ എന്നും പരിശോധിക്കേണ്ടതുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. 2022 പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റിയുടെ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗം ഉണ്ടായത്. ഏറ്റവും നന്നായി ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റുന്ന ഭരണഘടനയാണ് നമ്മുടേത്. അതിൽ കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട്. ജനാധിപത്യം, കുന്തം, കുടച്ചക്രം എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എന്നായിരുന്നു പ്രസംഗം. ഇതിന് പിന്നാലെ മന്ത്രിസ്ഥാനത്ത് നിന്ന് സജി ചെറിയാന് രാജിവെക്കേണ്ടിയും വന്നു. എന്നാൽ പിന്നീട് മന്ത്രിയായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ മന്ത്രി വീണ്ടും രാജിവെക്കണമെന്ന് ഇന്നലത്തെ വിധിയോടെ വാദങ്ങൾ ഉയർന്നത്. പിന്നാലെ CPM യോഗം ഇന്ന് ചേരുകയായിരുന്നു. യോഗത്തിലാണ് സജി ചെറിയാൻ രാജിവെക്കേണ്ട എന്ന തീരുമാനത്തിലെത്തിയത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയായിരുന്നു അന്ന് സജി ചെറിയാന് നേരിടേണ്ടി വന്നത്. സജി ചെറിയാനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ CPM യോഗം തീരുമാനിച്ചിരിക്കുന്നത്.